അന്തരിച്ച പ്രമുഖ ചരിത്രകാരൻ ദലിത് ബന്ധു എൻ കെ ജോസിന്റെ ഓർമ്മകൾ പങ്കുവച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. പപ്പായുടെ എഴുത്ത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയതാണ്. ഒരു 140ഓളം പുസ്തകങ്ങൾ പപ്പ ഇപ്പോൾ എഴുതി പൂർത്തീകരിക്കാത്തവരെയും പുസ്തകങ്ങളുണ്ട്. അപ്പോൾ തുടക്കകാലങ്ങളിൽ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം ഇവിടെയാണ് ഞാനൊക്കെ കളിച്ചു വളർന്നത്, തറവാട് തൊട്ടപ്പുറയായിട്ട്. അപ്പോൾ അന്ന് കാലം മുതൽ പപ്പ എഴുതുമ്പോഴത്തേക്ക് അന്ന് ഈ നാട്ടുകാർക്ക് അങ്ങനത്തെ ഒരു പപ്പ അത്ര എഴുത്തുകാരനാണെന്ന് അങ്ങനെ ഒരു തോന്നലോ കാര്യങ്ങളില്ല. പിന്നീടാണ് പപ്പ വളരെ ഒത്തിരി വിമർശനങ്ങളും അങ്ങനെയൊക്കെ വന്ന് പോരാടി വിജയിച്ച് വന്ന ഒരു വ്യക്തിയാണ് പപ്പ. പിന്നെ പണ്ട് മുതലേ എല്ലാ വിവാദം പള്ളി പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ട് അതിനകത്തു നിന്നൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നേരിട്ടേക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം മുമ്പ് സാജൻ പറഞ്ഞതുപോലെ ഈ ശവക്കല്ലറ പപ്പ ഇവിടെ പണിയാൻ കാരണം തന്നെ അന്ന് പള്ളി പുതുക്കി പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പപ്പ സ്വന്തമായിട്ട് ബോഡി പോലും പപ്പ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുമെന്നുള്ള ഒരു ഇത് പപ്പ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം പപ്പായും പപ്പായുടെ അനിയൻ 2 ആണുങ്ങളാണ് ഉള്ളത്, ഇടയ്ക്ക് 4 പെണ്ണുങ്ങളും, 6 പേരാണ് ഇവർ കൂടപ്പിറപ്പങ്ങളുള്ളത്. അപ്പോൾ അനിയൻ കുര്യാക്കോസ് തറവാട്ടിൽ താമസിക്കുന്നത്. കുര്യാക്കോസിന് 4 മക്കൾ. 4 മക്കളിൽ 2ാമത്തതാണ് ഞാൻ. അപ്പം ഞങ്ങളെ 4 പേരെയും പല ഭാഗത്തായിട്ട് കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊച്ചുനാളിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നാണ് പപ്പായുടെയും മമ്മിയുടെയും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരും, ഇവിടെ കളിച്ച് ഇവിടുന്ന് തിന്ന് മമ്മി പലഹാരങ്ങളോ അതും ഇതും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കിയ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഇവിടെ കളിച്ച് വളർന്നാണെന്ന് ഞങ്ങളുടെ കുട്ടിക്കാലം. അന്നുകാലം മുതൽ എഴുത്തിൽ പപ്പ ഭയങ്കര, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ പപ്പ എഴുത്തുകാരനായിരുന്നു. മമ്മി അതിനെല്ലാം സപ്പോർട്ടുമായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഞാനിവിടെ താമസിക്കുമ്പം 3 മണിക്ക് പപ്പ എഴുന്നേക്കും. 3 മണി തൊട്ട് എഴുത്ത് തുടങ്ങും. ഞാൻ ബാത്റൂമിൽ പോകാൻ വല്ല എഴുന്നേക്കുമ്പം പപ്പ ഇരുന്ന് എഴുത്തായിരിക്കും. അന്ന് ഈ ഇതൊന്നും ഇല്ല, അകത്തിരുന്നായിരിക്കും പപ്പ എഴുതണത്. ഏതു നേരവും വായന, എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കും. അതെല്ലാം ശേഖരിച്ച് ഒരു വലിയൊരു ശേഖരണം തന്നെ പപ്പായ്ക്കുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ എന്നായാലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ ഇടപെട്ട് എനിക്ക് പപ്പ TV-യിൽ വരണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ശ്രീകണ്ഠൻ നായർ സാറുടെ 24-ൽ ഞാൻ ഇടപെട്ട് അതിനകത്ത് പപ്പായെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പപ്പ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ശേഷമാണ് നമ്മുടെ നാട് പോലും പപ്പായനെ അംഗീകരിച്ചത്. അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. അവസാന സമയത്തെങ്കിലും പപ്പായനെ അംഗീകരിക്കാൻ നാട് തയ്യാറായതിൽ. പിന്നീട് വളരെ സപ്പോർട്ടായിരുന്നു കേട്ടോ, എല്ലാ ഭാഗത്തുനിന്നും. ഇപ്പോൾ ഇവിടെയുള്ള പഞ്ചായത്താണെങ്കിലും പള്ളിയിൽ നിന്നും എല്ലാ സാമുദായിക സംഘടനകളും പപ്പയ്ക്ക് വളരെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നീട് വളരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പപ്പയ്ക്ക്. അത് ഭയങ്കര, അവർക്ക് വേണ്ടിയാണ് ജീവിതം പപ്പ ഒഴിഞ്ഞു വെച്ചത് അവസാന നാളുകളിലല്ല, പപ്പായുടെ ഒരു പകുതി ജീവിതം തന്നെ അങ്ങനെ ദളിതരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതെ, അതൊക്കെ കാണുമ്പം പപ്പയുടെ ഓരോ ജന്മദിനം ആഘോഷിക്കാൻ അവർ വരുന്നതും അവരുടെ ആ പ്രയത്നങ്ങൾ, ഇപ്പം തന്നെ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെയൊക്കെ വന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്നിട്ട് പോലും അവരിത്ര ആത്മാർത്ഥതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നും, അഭിമാനം തോന്നുക. കല്ലറ ഇതാണ് പപ്പ ഒരു 6-7 വർഷമായിട്ട് പപ്പ തന്നെ പണിതിട്ടേക്കുന്നതാണ്. അപ്പോൾ അന്ന് പണിതിട്ടപ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആരൊക്കെയോ മാതിരിയൊക്കെ പറഞ്ഞു. അപ്പം പപ്പ അവൻ്റെ ഒരു ബോർഡ് സ്ഥാപിച്ചായിരുന്നു, നമ്മളെന്തൊക്കെ ചെയ്താലും അവസാനം ഇവിടെ തന്നെ വരുമെന്നുള്ളത്. അതിനുശേഷം പിന്നെ ആൾക്കാർ അതിനെക്കുറിച്ചൊന്നും പറയാതെയായി. പിന്നെ എല്ലാവർക്കും അറിയാം പപ്പായുടെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. മമ്മി ഭയങ്കര മമ്മി എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ പപ്പായുടെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നതും പ്രോത്സാഹനം ചെയ്തേക്കുന്നതും മമ്മിയാണ്. എഴുത്തിൽ ഈ പുസ്തകം പപ്പ പൈസ കളയുമ്പോഴും അത് മുഴുവൻ സപ്പോർട്ട് മമ്മിയാണ് നിന്നേക്കുന്നത്.
അത്ര സപ്പോർട്ടായിരുന്നു മമ്മിയുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ പപ്പ ഈ അറ്റം വരെ ആവില്ലായിരുന്നു. അതിനകത്ത് 100% സപ്പോർട്ടല്ല, 101% സപ്പോർട്ടെന്ന് മാത്രമേ പറയാനുള്ളൂ മമ്മിയുടെ കാര്യത്തിൽ. ചരിത്രം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പപ്പ വെച്ചൂർ പള്ളി 500 വർഷം പഴക്കമുള്ള വെച്ചൂർ പള്ളിയാണ്. അപ്പം അത് പുതുക്കി പണിയാനായിട്ട് ആലോചിച്ചപ്പോൾ അത് വേണ്ട എന്നുള്ള അത്ര കാർക്കശ്യത്തോടെ നിന്ന ഒരു വ്യക്തി പപ്പായ. അതിനെതിരെ അവരും അങ്ങനെയാണ് ഈ കല്ലറ പോലും ഇവിടെ രൂപപ്പെടുന്നത്. അപ്പം ഓരോ ചരിത്രം അന്വേഷിച്ച് അതിൻ്റെ ഏതറ്റം വരെയും പോകാനും പപ്പ അങ്ങനെ അതെല്ലാം അറിഞ്ഞ് അതിനെ മുഴുവനും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ ഒരു പുസ്തകം രൂപപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വെറുതെ വല്ലവരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു പുസ്തകമല്ല അത്. അത്രമാത്രം പ്രയത്നിച്ചാണ് ഒരു പുസ്തകം രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദളിത് ബന്ധു എന്നുള്ള വിശേഷണം വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത് കല്ലറ സുകുമാരൻ സാറിൻ്റെ. അത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുതായിട്ട് തന്നെ ഇട്ടുകൊടുത്ത ആ ഒരു പേര് പപ്പ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണ്. ഒരു 10-15 വർഷമായിട്ട് പപ്പായുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഫെബ്രുവരി 2 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവളുടെ ഈ മിറ്റം മുഴുവൻ ദളിതരാണ്. അവർ വന്ന് പാട്ടും പപ്പ ആഘോഷവും കേക്ക് മുറിയും ഒക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായിരിക്കും. ഒരു 10-15 വർഷമായിട്ട് അങ്ങനെയാണ് പപ്പായുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ അങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളൂ. അവരോടൊപ്പം മമ്മി മരിച്ച് മമ്മീനെ ഇവിടെ കിടത്തുമ്പോഴും ഞാൻ പപ്പായുടെ കൂടെ, പപ്പായുടെ ഷുഗർ താഴുമായിരുന്നു. അപ്പോൾ എനിക്ക് മമ്മീനെ പള്ളി കൊണ്ടുപോയപ്പോൾ പോകാൻ പോലും പറ്റില്ല. എന്ന് വെച്ചാൽ പപ്പായുടെ അടുത്തിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മി മരിച്ചപ്പോൾ ഫുൾ ടൈം പപ്പായുടെ അടുത്ത് തന്നെയാണ് പപ്പായനെ ഒന്ന് പിടിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞത്, മമ്മിയുടേതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുവടി, എന്നെ ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി ദളിതരുടെയാണ് എന്നുള്ള രീതിയിൽ പപ്പ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ. എന്ന് വെച്ചാൽ പിന്നെ അവർ പപ്പായോട് മിണ്ടാനൊക്കെ വന്നപ്പം ഇനി അടുത്ത ജോലി നിങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് പപ്പ അവരോട് പറയുന്നതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി പോവുക. അപ്പം അത്രയ്ക്ക് ആ ഒരു ദളിത് ബന്ധു എന്നുള്ളൊരു പേര് പപ്പ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചൊരു പേരാണ്. അത് ആജീവനാന്തം അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരാളാണ്. അവസാനം കേരള സാഹിത്യ അക്കാദമി അവാർഡ് പപ്പയ്ക്ക് വന്നു. അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു കേരളം മൊത്തം. അത് കുറച്ച് വൈകി ആണെങ്കിലും പപ്പയ്ക്ക് അംഗീകാരം തേടി എത്തിയല്ലോ, അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ആ സമയത്ത് അന്ന് പപ്പയ്ക്ക് കേൾവി അത്യാവശ്യമുള്ള സമയത്ത് തന്നെയാണ് ആ അവാർഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പപ്പ അത് വളരെ എനിക്ക് തോന്നണേ അതിനുശേഷം പപ്പ വളരെ തൃപ്തനായിട്ടുണ്ട് അതിനകത്ത്.